റീസെന്റ് നമ്മുടെ സണ്ണിയവന്റെ ഒരു പടം തിയേറ്ററിൽ വന്നിട്ട് അത് ഭയങ്കര വിവാദമായിട്ട് എടുത്തു കളഞ്ഞു. അതേപോലെയൊക്കെ ഒരു ഇതങ്ങനെ എടുത്തു കളയാനുള്ള പ്രശ്നം ഇതൊക്കെ പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു സംഭവത്തെ ബേസ് ചെയ്തിട്ട് തന്നെയാണ്. പക്ഷെ അത് പലർക്കും അറിയാം, പക്ഷെ പലരും അത് പറയില്ല. അല്ല അതാണല്ലോ എല്ലാവരും മനസ്സിലുണ്ട്, നമ്മളതൊരു സിനിമയിലൂടെ കാണിക്കുന്നു. പക്ഷെ നമ്മളൊക്കെ ഇതിലൊരു കഥ ആ ഒരു ക്യാരക്ടറായിട്ട് ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് നമ്മുടെ ലൈഫിൽ അങ്ങനെയാണെന്നല്ല. നിങ്ങളുടെ ഒരു അടിച്ച് രാഷ്ട്രീയം പങ്കുവെക്കുന്നു എന്നുള്ളൂ. No, it's more cinematic, more like ആ ക്യാരക്ടറിന്റെ പേഴ്സണൽ കോൺഫ്ലിക്ട്സിൽ ബേസ്ഡ് ആണ്. നമ്മളൊരു പൊളിറ്റിക്കൽ കോൺഫ്ലിക്ട് നിങ്ങൾ പറഞ്ഞ പോലെ അത് എടുത്ത് പുറത്തിടുന്ന പോലും നല്ല പേഴ്സണൽ കോൺഫ്ലിക്ട്സ്. ഞാൻ പറഞ്ഞല്ലോ 5 വീട് 5 ഫാമിലീസിന്റെ കഥകൾ, 5 ഫാമിലീസിന്റെ. പക്ഷെ ആ ഒരു ഇത് ശരിക്കും നമ്മുടെ സമൂഹത്തിലുള്ള ഒരു കാര്യങ്ങളാണ് കാണിക്കുന്നത്. നടന്നതും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതും കേട്ടൊരു സംഭവം. അപ്പൊ അതിന്റെ റൈറ്റർ അച്ഛനാണ്. കഥയും തിരക്കഥയും എല്ലാ ആളും റൈറ്റർ, ഡയലോഗ്സ്, ഡയറക്ഷൻ, പ്രൊഡക്ഷൻ, അത് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അതിന്റെ അമ്മയാണ് ഡോക്ടർ പ്രീതാനൻ. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് നടക്കും. ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ ആക്ച്വലി ഒരു 1.5 years ആയി പ്രൊജക്ട് തുടങ്ങിയിട്ട്. ഒരു ലോ ബഡ്ജറ്റ് പ്രൊജക്ട് ആയിക്കൊണ്ട് ടേക്സ് ടൈം ടു ഡു തിങ്സ്. ഷോർട്ട് ഫിലിം പോലെ ചെയ്യാനായിരുന്നു പ്ലാൻ അതോ സിനിമയായിട്ട് തന്നെ എടുക്കാൻ? ആക്ച്വലി നമ്മൾ ബിഗിനിംഗ് പ്ലാൻ ചെയ്തിട്ടേ ഇല്ല. ഒരു ഷോർട്ട് ഫിലിം ചെയ്തു, അത് നന്നായിട്ട് വന്നു. രണ്ടാമത്തെ ചെയ്തു, അതും നന്നായി. ആദ്യത്തെ ചെയ്തത് വാസ് ദ വൺ ഐ ആക്ടഡ് ഇൻ ബ്രേക്കപ്പ് പറഞ്ഞിട്ട്. നമ്മുടെ ശിവരാജ് ആയിരുന്നു അതിൽ ആക്ടർ. ദാറ്റ് ഇസ് ആമൻ ഓസ്ലറിന്റെ ഓസ്ലറാണ് ആമിന്റെ. ശിവരാജും ഞാനും മുമ്പ് ഒരു പടത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, MBDK ഷാജുൻ കറിയാളുടെ. സോ അവിടുന്ന് കണ്ടു പരിചയം. ഞാൻ ആസ്ക്ഡ് ഹിം ഓവർ ആൻഡ് ഹി കേം. ഞാൻ അതിന്റെ അസിസ്റ്റന്റ് ആയിരുന്നു. മനസ്സിലായി. ഓക്കെ, സോ അത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ പർദ പറഞ്ഞ പ്രോജക്റ്റ് ചെയ്തു. ആൻഡ് 3rd പ്രൊജക്റ്റിലാണ് ചെമ്പ്. പിന്നെ 4th പ്രൊജക്ട് സതാഭിഷേകം. ആൻഡ് ലാസ്റ്റ് ചെയ്ത് ദ ബംഗ്ലാവ് പ്രദീപ് ബാലനെ വെച്ചിട്ട്. ഇതിന്റെ ലൊക്കേഷൻ കാര്യങ്ങളും മൊത്തം മലബാർ മാത്രമാണോ? മലബാർ ഏരിയാസ്. ബാക്കിയുള്ള കാസ്റ്റിംഗിനൊക്കെ എങ്ങനെയാണ് സെലക്ട് ചെയ്തത്? പീപ്പിൾ വി ഹാവ് വർക്ക്ഡ് വിത്ത്. ആൻഡ് ആക്ച്വലി നമ്മൾ പ്രോപ്പർ കാസ്റ്റിംഗ് പ്രോസസ് ഉണ്ടായിരുന്നു. ലൈക്ക് ആ ക്യാരക്ടർ പറ്റിയ ആൾക്കാർ തന്നെയാണ്. നോട്ട് നെസസറി. കൊച്ചിയിൽ ആൾക്കാരുണ്ട്. അനിൽ ആന്റോസ് ഫ്രം ചാലക്കുടി. പക്ഷേ കുറെ ആൾക്കാരൊക്കെ കോഴിക്കോട് നിന്നാണ്. നമ്മുടെ ഒരു സതാഭിഷേകം പറഞ്ഞ പടം ഇസ് ലൈക്ക് എ ഫാമിലി പടം. അതിലൊരു കുറെ ആർട്ടിസ്റ്റ് ഉണ്ട്, 25-30 ആർട്ടിസ്റ്റ് ഉണ്ട്. മാക്സിമം പീപ്പിൾ ഫ്രം കോഴിക്കോട് ഇറ്റ്സെൽഫ്. അതിൽ നമ്മൾ കുറെ ഫസ്റ്റ് ടൈമേഴ്സിനും ഓപ്പർച്യൂണിറ്റി കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ടൈമേഴ്സ് പറഞ്ഞാൽ കുറേ ആയി ചെറിയ ചെറിയ റോൾസ് പടത്തിൽ ചെയ്യുന്നു, ഒരു നല്ല ഓപ്പർച്യൂണിറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അവർക്ക് കുറെ റോൾസ് കൊടുത്തിട്ടുണ്ട്. ഒരു ഡിഫറെന്റ് അപ്രോച്ച് ആണ്. വെരി വെരി മച്ച്. നമ്മുടെ സിനിമ ഇങ്ങനെ റിലീസിന് ഒരുങ്ങാണ്. എന്താണ് നിങ്ങൾക്ക് അവസാനമായിട്ട് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? എല്ലാവരും സിനിമ കാണണം. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഇഷ്ടപ്പെട്ടാലില്ലെങ്കിൽ നിങ്ങൾ അറിയിക്കുക. അപ്പോൾ നെക്സ്റ്റ് ടൈം ഞങ്ങൾ ഒന്നും കൂടെ ബെറ്റർ ആക്കും. അതന്നെ. പക്ഷെ ഇത് മാക്സിമം ഞങ്ങൾക്കൊരു ഒരു സാധാരണ ഫാമിലിയുടെ ഒരു കഥ ആയതുകൊണ്ട് തന്നെ ഇത് ആൾക്കാർക്ക് പെട്ടെന്ന് കണക്റ്റഡ് ആവുന്ന ഒരു വിശ്വാസമുണ്ട്. ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. അല്ല, മലബാറുകാർക്ക് മാത്രമല്ല, നമ്മുടെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. പക്ഷെ മലബാർ ആ സൈഡിൽ നടക്കുന്ന ഒരു കഥ ആയതുകൊണ്ട് അവിടെ ഇങ്ങനത്തെ ഇപ്പൊ കുറെ ആൾക്കാരൊക്കെ കേട്ട് പരിചയമുള്ളതൊക്കെ തന്നെ ആയിരിക്കും. പക്ഷെ കണ്ടുവരുമ്പോൾ അവർക്ക് അതൊന്നും കൂടെ മനസ്സിലാവും ഇങ്ങനെയൊക്കെയാണ് ഇത് സംഭവിച്ചിട്ടുണ്ടായിരുന്നത് എന്നൊക്കെ. എന്താണ് അല്ല, ഇറ്റ്സ് മോർ ലൈക്ക് അത് ഓവറോൾ കേരളത്തിന് പറ്റിയത് കഥകളാണ്. ആൻഡ് ഐ തിങ്ക് എവറിബഡി വിൽ റിലേറ്റ് ടു ഇറ്റ് അറ്റ് സം എക്സ്റ്റെന്റ്. അത് ആക്ച്വലി നമ്മൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് 5 പടത്തിൽ എല്ലാവരും 5 ലൈക്ക് എല്ലാവർക്കും ഇൻട്രസ്റ്റ് ആവുന്നത് വേറെ വേറെ പടമാണ്. അവർക്ക് പേഴ്സണലി ആയിട്ട് എനിക്ക് ഈ പടമാണ് ഇഷ്ടമായത്, ഇതിലാണ് എനിക്ക് ഭയങ്കര ഫീൽ ചെയ്തത്, വേറെ വേറെ ഇതാണ്. സോ ഇറ്റ്സ് ഓൾ പേഴ്സണലി. ഈ ഒരു മൂവീസ് അച്ഛൻ ഉണ്ടാക്കിയത് തന്നെ ഒരു ഭയങ്കര പേഴ്സണലുള്ള ഒരു ഫീലിംഗ് കൊടുത്തിട്ടാണ്. അത് തന്നെയാണ് ഓഡിയൻസിന് കിട്ടുക. ദാറ്റ് ഐ കൻ ഗ്യാരണ്ടി. അപ്പൊ എന്തായാലും സിനിമ ഇറങ്ങുമ്പോൾ ഒരു ഗംഭീര വിജയമാവട്ടെ. താങ്കൾക്ക് ഏതെങ്കിലും സിനിമകൾ വരാനുണ്ട്? ഇനിയിപ്പോൾ വരാനുള്ള 2 പടം റിലീസ് ആവാനുണ്ട്. ചെയ്ത പടം ഇപ്പോൾ ഓൾറെഡി വേറെ കുറച്ച് പടങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. അതിന്റെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്, പ്രീ പ്രൊഡക്ഷനായിട്ടും സ്ക്രിപ്റ്റ് ആയിട്ടൊക്കെ. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്ലാനിങ് ഉണ്ടോ? ആക്ച്വലി ഞാൻ ഇപ്പോൾ ഒരു പടം ജോയിൻ ചെയ്തു. ഒരു ശ്രീനാഥ് ഭാസിന്റെ പടമാണ്, മലയാളം. അതിൽ ഞാൻ അസിസ്റ്റന്റ് ആയിട്ടാണ്. അപ്പോൾ ഞാൻ ഡയറക്ഷൻ സൈഡിലാണ്. അതിൽ വിൽ സി ആക്ടിങ് ആൻഡ് എഡിറ്റിംഗ് ഈ ഒരു പടം കഴിഞ്ഞിട്ട് എങ്ങനെയായിരിക്കും. നിങ്ങളുടെ ഒരു ഫാമിലിയുടെ ഇനി വേറൊരു വെരി സൂൺ ഉണ്ട് ഇതിന്റെ സക്സസിന് ശേഷം. പെട്ടെന്ന്. അപ്പോൾ എന്തായാലും സക്സസ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.